സർക്കസ് കാണാതെയാണ് സർക്കസുകാരനായി മാറുന്നത്. സർക്കസുകാരനായി മാറുന്നത്. ഇത് ഏത് വർഷമാണ് ഈ സർക്കസിലേക്ക് പോകുന്നത്? ഞാൻ 1977 തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി. അന്ന് സർക്കസിൻ്റെ ഏജൻറ്റുമാരുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് ചെങ്ങന്നൂര്. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് ന്യൂ ഗ്രാൻഡ് സർക്കസ്. അപ്പോൾ എത്ര പ്രായമുണ്ട് ആ സമയത്ത്? അന്നേരം ഒരു 12 വയസ്സ് തുടങ്ങിയെന്ന് വിചാരിക്കാം. ഈ ടെന്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്ന ജോലി എന്താ? ആദ്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. ഊഞ്ഞാലിൽ പല കാറ്റഗറി ഉണ്ട്. ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ട്രിപ്പീസ് അല്ലേ? ട്രിപ്പീസ്, ഫ്ലൈങ് ട്രിപ്പീസ്. അപ്പോൾ പുതിയതായതുകൊണ്ട് എന്തായാലും നമ്മൾ വീഴും. ഒന്ന് ഹൈറ്റ്, ആ പേടിയുണ്ടല്ലോ മനസ്സിൽ. എത്ര വർഷം കൊണ്ട് നമ്മൾ ഷോയ്ക്ക് പങ്കെടുക്കാനാവും? ഞാനൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ. വേറെ എന്തൊക്കെ അഭ്യാസങ്ങൾ നമ്മൾ പഠിച്ചു? വേറെ ജഗ്ലിംഗ് പറയും, അമ്മാനാടുക, പിന്നെ ഫയർ ഡാൻസും ചെയ്യുമായിരുന്നു. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ഞാൻ വീണിട്ട് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂ ഗ്രാൻഡ് സർക്കസിൽ എത്ര സിംഹം ഉണ്ടായിരുന്നു? അന്നേരം ഒരു 13 സിംഹം ഉണ്ട്. ഓ, അത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പുലി ഒരു 8 എണ്ണം ഉണ്ട്. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞ ഒരു മൃഗശാല തന്നെയായിരുന്നു അല്ലേ? സർക്കസ് കലാകാരന്മാരുടെ ജീവിതം വ്യത്യസ്തമാണ്. നമ്മൾ പുറത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതമല്ല. കൂടാരങ്ങളിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ സർക്കസ് ഗ്രൂപ്പിനൊപ്പം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, ചിലപ്പോൾ ട്രെയിനിലാവാം, ചിലപ്പോൾ മറ്റ് ട്രക്കുകളിലും വാഹനങ്ങളിലുമായിരിക്കാം. ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക്, പിന്നെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക്. അവിടെ മൃഗങ്ങളുണ്ടാവാം, ടെക്നീഷ്യന്മാരുണ്ടാവാം, കലാകാരന്മാരുടെ സംഘങ്ങളുണ്ടാവാം. ഇവരൊന്നിച്ചുള്ളൊരു ജീവിതം. ആ ജീവിതത്തിൻ്റെ കഥകളാണ് പറഞ്ഞു വന്നിരുന്നത് ചെങ്ങന്നൂരുകാരൻ ശ്രീ ഷാജി. 30 വർഷം സർക്കസ് കൂടാരങ്ങളിൽ ജീവിച്ച, സർക്കസിനൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് തുടർന്നും കേൾക്കാം. നമസ്കാരം. ഈ കേരളത്തിൽ നിന്നുള്ള സർക്കസ് കമ്പനികൾ ഏതൊക്കെ ഉണ്ടായിരുന്നു അന്ന്? അന്ന് ജെമിനി ജംബു, ജെമിനിയും ജംബും ശങ്കരേട്ടൻ്റെ, അതായത് ശങ്കരേട്ടൻ്റെ ഒരാടെയാണ്. അത് കളിച്ചിട്ടുണ്ടോ? പിന്നെ ജെമിനി നിന്നാണ് ഞാൻ ഫ്ലൈങ് ട്രിപ്പീസ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തത്. ശരി. അവിടെ ചെന്നപ്പോഴാണ്, അവിടെ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ഇതില്ല, മനയില്ല, ചെയ്യാം, ആര് പോയാലും ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. പുള്ളി നല്ല വ്യക്തി, നല്ലോണം പഠിപ്പിക്കും. പുള്ളിയാണ് നല്ല. അപ്പോൾ ഈ ഓരോ പുതിയ ഗ്രൂപ്പുകളിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കും. പരിശീലനം നിർത്താനേ പാടില്ല. അത് ഈ ട്രിപ്പീസ് കളി ഒരു ആശാനായാലും ഈ രാവിലെ വന്ന് പരിശീലനം നടത്തും എല്ലാ ദിവസവും. പിന്നെ അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇന്ന് ഞാനൊരു 4 ഐറ്റംസ് ചെയ്യുക. പിന്നെ അടുത്തൊരെണ്ണം കിടപ്പുണ്ട് 5ാമത്തെ ചെയ്യാൻ. അപ്പോൾ അതുകൂടെ അത് പഠിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല, ഒന്ന് കൂടുതൽ ചെയ്യുമ്പോൾ സാലറിക്കും വ്യത്യാസം വരും. ഈ ട്രിപ്പീസിന് ശേഷം, ട്രിപ്പീസിനൊപ്പം തന്നെയല്ലേ ഈ ജഗ്ലിംഗ് ഒക്കെ കളിച്ചോണ്ടിരുന്നത്? അത് ജഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണേലും നമ്മുടെ റൗട്ടേഡ് ഇങ്ങേപ്പുറത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ ഊഞ്ഞാൽ അങ്ങനെയല്ല, ഒരു 4-5 പേരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഈ സംവിധാനവും വേണമല്ലോ. ഈ സംവിധാനവും വേണം. മറ്റേ ഏത് സാധനം ആണെങ്കിലും റിങ് കാലിയായിട്ട് കിടക്കുന്ന അവിടെ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ അത് പിടിക്കാൻ ഒരാൾ വേണം, മേളിൽ നിന്ന് ഇറക്കി തരാൻ ഒരാൾ വേണം, ട്രിപ്പീസ് 2 സൈഡിൽ നിന്ന് പിടിക്കാൻ വേണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു 4-5 പേരുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. ഒരു സർക്കസ് ഗ്രൂപ്പിലെ ഒരു ദിവസത്തെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും? ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, രാവിലെ എല്ലാവരും വരിക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് ലോഡ്ജിൽ താമസിച്ചാലും ഇവിടെ വന്ന് എല്ലാവരും രാവിലെ വരിക എന്നുള്ളത് കറക്റ്റ് കാര്യം. എത്ര മണിക്ക് വരേണ്ടി വരും? രാവിലെ ഞങ്ങൾ 5 മണിക്ക് എണ്ണിച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്കിനും ലോഡ്ജിൽ നിന്നെല്ലാം നമ്മൾ വരും. കാരണം ഈ പെൺകുട്ടികൾ ഈ ഐറ്റംസ് ചെയ്യുമ്പോഴും ഹൈറ്റുള്ള സ്ഥലത്തെല്ലാം ഓരോ ഹൈറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ, കമ്പിയിൽ കയറുന്നതും അങ്ങനെയുള്ള നടക്കുന്നതും. അപ്പോൾ ഇതിനെല്ലാം സേഫ്റ്റി മെക്കാനിക് ഉണ്ട്. വീഴുമ്പോൾ നമ്മളിത് പിടിക്കുമ്പോൾ അത് തൂങ്ങിയിട്ട് അവർ വരും. അപ്പോൾ അതിനെല്ലാം ആൺപിള്ളേരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബോയ്സ് ആണ് എല്ലാത്തിനും ഹെൽപ്പ്. അതുകൊണ്ട് എല്ലാവരും രാവിലെ വന്ന് ഫുൾ ഹെൽപ്പ് ചെയ്യും ഇവരെ. അപ്പോൾ അതൊരു 11 മണി വരെ നമ്മുടെ ജോലി ഇതിങ്ങനെ പോകും. ടൈം പാസ്സായിട്ട് ഇത് ഇങ്ങനെ എല്ലാം അങ്ങ് പോകും. അപ്പോൾ ആ കൂടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് എത്ര മണിക്കാ? അത് നമുക്കൊരു 9 മണി പോലെ അല്ലെ 8 മണി പോലെ എപ്പോൾ വേണേലും കഴിക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റാഫ്. എന്തായിരിക്കും സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക? അവിടെ ചപ്പാത്തി ഉണ്ട്, ചിലപ്പോൾ പൊറോട്ട അടിക്കും, പിന്നെ ചിലപ്പോൾ ഈ കഞ്ഞിയും പയറും, അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കും. ജെമിനി ശങ്കരേട്ടന്റെ മെയിൻ ഇതാണ് പറഞ്ഞേക്കുന്ന, പിള്ളേർക്ക് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ കഞ്ഞിയും പയറും അത് ഉണ്ടാവും. അത് വേണ്ടാത്തവർക്ക് ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അതനുസരിച്ച് ഫുഡ് മാറിക്കൊണ്ടിരിക്കുവോ? ഉത്തരേന്ത്യ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന സാധനം വെച്ചിട്ട് അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. അതായത് നമ്മുടെ ഈ ലേബേഴ്സ് എല്ലാം ഹിന്ദിക്കാർ പിള്ളേരാണ്, അത് മലയാളികളൊന്നുമില്ല. അപ്പം നമുക്കൊരു 4 മെസ്സുണ്ട്. ഓഫീസ് മെസ്, ലേബർ മെസ്, ലേഡീസ് മെസ്, ആർട്ടിസ്റ്റ് മെസ്. അപ്പം നമുക്കൊക്കെ ഇത് നമ്മുടെ മീനും
ഇതുപോലെ എല്ലാ പച്ചക്കറിയൊക്കെ മതി. അപ്പോൾ ഹിന്ദിക്കാർക്കൊക്കെ ചിലപ്പോൾ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ അവിടെ ഉണ്ട്. ഇഷ്ടമുള്ളത് കഴിക്കാം. ചോറായിരിക്കും മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത്. 100-150 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അതും ഞാൻ പറഞ്ഞില്ല, നാല് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. അല്ല, മൊത്തത്തിൽ ഒരു 150 പേരുണ്ടാവില്ല. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പരിശീലനം, അതിനിടയ്ക്ക് വേണ്ടവർക്ക് പോയി ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് 11 മണിയാകുമ്പോഴത്തേക്കും പരിശീലനം കഴിയും. പിന്നെ അടുത്ത പണി എന്താ? അടുത്ത പണി ഞങ്ങൾ ഊഞ്ഞാലിനുള്ള ഡ്രസ്സ് ധരിക്കുക. ഫസ്റ്റ് ഷോയ്ക്ക് 1 മണിക്ക് ആദ്യം ഫ്ലൈങ് ട്രിപ്പീസാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ ഉണ്ണാൻ പോവുക. അപ്പോൾ അന്നേരം ഷോ നടന്നുകൊണ്ടിരിക്കുക. ഊഞ്ഞാൽ കഴിഞ്ഞാൽ അത് വലയെല്ലാം അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗേൾസിന്റെ ആയിരിക്കും നമ്പർ. ഊഞ്ഞാൽ കഴിഞ്ഞ് ഗേൾസിന്റെ പരേഡ് കഴിഞ്ഞാൽ, പരേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അന്നേരം ഇവരൊക്കെ കഴിക്കും. ഞാൻ ജഗ്ലിങ്ങിനുള്ള കോട്ടൺ സൂട്ട് ഇടുകയായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഐറ്റത്തിന്റെ ടൈം ഉണ്ടല്ലോ, അതിനനുസരിച്ച് ആൾക്കാർ ഭക്ഷണം കഴിച്ച്, അതായത് എല്ലാവരും കൂടെ ഒന്നിച്ചല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സൗകര്യം പോലെ ഓരോരുത്തർ ഫ്രീ ആകുന്ന അനുസരിച്ച് പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതെ. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഷോ അങ്ങ് നടക്കുക. 1 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കാ? പിന്നെ 1 മണിക്ക് കഴിഞ്ഞാൽ 4 മണിക്ക് അടുത്ത ഷോ തുടങ്ങും. പിന്നെ 7 മണിക്കോ? 7 മണിക്ക്. ഈ ഷോയ്ക്ക് ഇടവേളകളില്ലേ? ഉണ്ട്. 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. 1 മണിക്കൂർ. ആ സമയത്ത് നമുക്ക് വിശ്രമമാണോ? വിശ്രമമാണ്. അല്ല, ക്യാൻറ്റീനിൽ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ. ഈ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്നതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം? അത് ക്യാൻറ്റീൻ പോയി കുടിക്കുന്നതിന് ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. അതല്ലെങ്കിൽ അവിടെ ഓരോ സമയത്ത് രാവിലെ പ്രാക്ടീസിനൊക്കെ ഇഷ്ടംപോലെ ചായ വരും. നമുക്ക് പുറത്തോട്ട് പോകാൻ ഒക്കാത്തതുകൊണ്ട് അവിടെ കമ്പനി വക ചായ വരും. അവസാനത്തെ ഷോ എത്ര മണിക്ക് തീരും? അത് 7 മണി ആകുമ്പോഴത്തേക്കിന്, 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് പണി തീരും. 10 മണിയാവോ? 10 മണി എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ അന്നത്തെ കാലത്ത്. ഇപ്പം 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തീർന്നു. പിന്നെ എല്ലാ ഓഡിയൻസ് എല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഡ്രസ്സെല്ലാം മാറി. ഈ ലോഡ്ജിലേക്കൊക്കെ പോകാൻ വണ്ടിയെ കൊണ്ടുപോയി വിടുമോ, അതോ നമ്മൾ തന്നെ പോകണം? അടുത്തായിരിക്കും. നടന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് നടന്നിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഒരു 10 മണി വരെയാണ് സാധാരണ നമ്മുടെ ജോലി. അപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങും പരിപാടി. തുടങ്ങും. ഈ വരുന്ന ഗസ്റ്റുകൾ തന്നെ ചിലതൊക്കെ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുന്ന ആളുകളുണ്ടാവില്ലേ? VVIPകളായിട്ട് വരുന്നവർ, സെലിബ്രിറ്റികളൊക്കെ ഇടയ്ക്ക് വരാറില്ല? സിനിമ ആക്ടേഴ്സ് എല്ലാം വരുമ്പോൾ എല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നിട്ട് നമ്മൾ പോയി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അന്ന് ഫോട്ടോയേ ഉള്ളല്ലോ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം നമ്മൾ കണ്ണൂരൊക്കെ കളിക്കുമ്പോൾ PT ഉഷയൊക്കെ അവിടെ വരാറുണ്ട്. നിങ്ങളുടെ ഈ തമ്പില് സിനിമകൾ വല്ലതും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കമലഹാസന്റെ അപൂർവ സഹോദരങ്ങൾ. അതെവിടെയായിരിക്കും? അത് നമ്മുടെ എറണാകുളത്ത്. അത് ഏത് കമ്പനിയിലായിരുന്നു അന്നേരം ജെമിനിയിൽ. ഓ ശരി. ജെമിനിയിൽ അന്ന് ജോലി ചെയ്യുമ്പോഴാണ് അപൂർവ സഹോദരങ്ങളെ ഷൂട്ട് ചെയ്തത്. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ടിംഗ്? അതെനിക്ക് ഒരു 1.5 മാസം. ഈ 1.5 മാസം അവിടെ തന്നെ നിങ്ങൾ ക്യാമ്പായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഷോ ഒക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഷോയുടെ ആവശ്യമുണ്ട് അവർക്ക്. ഷോ ഇല്ലാത്ത സമയത്ത് ഷോ കഴിഞ്ഞ് പിന്നെ രാത്രിയിലെല്ലാം അവരുടെ ഷൂട്ട്. അപ്പോൾ ഈ ഷോ നടക്കുമ്പോൾ ഈ ഓഡിയൻസിന്റെ മാത്രം അവർ ഷൂട്ട് ചെയ്യും. പിന്നെ കളിക്കുന്നത് മറ്റേ നടുക്ക് റിങ്ങിൽ നിന്ന് ഓരോന്ന് ചെയ്യുന്നത് കമലഹാസന്റെ അവരുടെയൊക്കെ എടുക്കും. പിന്നെ ഇത് കാണിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ നടുക്ക് നിന്ന് കമലഹാസൻ ചെയ്യുന്ന പോലെ അല്ല. ഈ ഷൂട്ട് പാതിരാത്രി കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ആവശ്യം വരില്ലേ അതിന്റെ കൂടെ പുറകിൽ നിൽക്കാനും, അല്ലെങ്കിൽ ഇതിന്റെ അങ്ങനെ ചില ഇതിനൊക്കെ വരും. അപ്പോൾ അത് ഏത് വർഷമായിരുന്നു? 87, 85, 86 ആയിരിക്കും. ഈ കമലഹാസൻ അവിടെ ഷൂട്ടിന് വന്നപ്പം എന്താ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയോ? പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയുമായിട്ട് ഒന്നുമില്ല. പക്ഷെ സർക്കസിനകത്തുള്ള കുറെ ഹെൽപ്പ് ഫുള്ളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുള്ളനായിട്ടാണ് അഭിനയിക്കുന്നത്. അതെ. അപ്പോൾ കമലഹാസന് ഈ ഇവിടുന്ന് ഇവിടെ വരെ നടന്നു വരണം. അപ്പൊ അത്രയും കുഴിയെടുത്തേക്കുവാ. കുള്ളനായിട്ടുള്ളത് കുഴിക്കകത്ത് നിന്നിട്ട് അഭിനയിക്കുകയാണോ? കുഴിക്കകത്ത് നിന്നിട്ട് മുട്ടയിലാണ് ഷൂ കെട്ടുന്നത്. എന്നിട്ട് കുഴിയുടെ അവിടുന്ന് കുഴിക്കകത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഈ കാല് ചെറുതായിട്ട് തോന്നും. അതിനപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ജീൻസ് മേളിലോട്ട് കയറ്റും. പരമാവധി കയറ്റി കേട്ടിട്ട് നമ്മുടെ ഈ ഇതിന്റെ ബാക്ക് സൈഡൊക്കെ അപ്പോൾ നമുക്ക് തോന്നുന്നു കറക്റ്റ് കാലാണ്. അല്ല സാധാരണ ഇടുന്ന പോലെ ആണെങ്കിൽ നമ്മൾ കാല് ചെറുതായിട്ട് തോന്നും. അപ്പോൾ ഈ ഡ്രസ്സിലാണ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പം മുട്ടയിലായിട്ട് പിന്നെ കുഴിക്കകത്തോട് ഇത്ര മീറ്റർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ക്യാമറ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആ കുഴിയൊന്നും കാണത്തില്ല. ഷൂ ഇങ്ങനെ ക്യാമറ ലോ ആംഗിൾ വെക്കുമ്പോൾ കുഴി കാണത്തില്ല. അപ്പം അങ്ങനെ അതായത് അപ്പോൾ സിംഹം അല്ല ഒരു പുലി ഇങ്ങനെ പുറത്തു വരുന്നതാണ്. അപ്പോൾ ഈ സർക്കസിലുള്ള കുള്ളന് മാത്രമേ അറിയത്തുള്ളൂ ഇതിനെ മയക്കാനും. അത് അപ്പോൾ ഇതിങ്ങനെ ഈ പുലിയെ വിട്ടു. പുള്ളി ആ കുഴിക്കകത്ത് നിൽപ്പുണ്ട്. പുലിയെ അഴിച്ചു വിട്ടേക്കുവാ. ചെറിയൊരു
ഇതുണ്ട്, ഒരു സേഫ്റ്റി മെക്കാനിക്ക് പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു 6 mm ഒരു വയർ പിടിച്ചിട്ടുണ്ട് പുലിയുടെ. പക്ഷെ ഒരു മനുഷ്യൻ പിടിച്ചാലൊന്നും നിൽക്കത്തൊന്നും അതിന് അതേപോലെ ശേഷിയുണ്ട്. സിനിമാക്കാർക്ക് അറിയത്തില്ലാത്ത ഈ സിനിമ ഇത് കമലഹാസൻ വിചാരിക്കുമ്പോൾ സേഫ്റ്റി മെക്കാനിക് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും, അതിനെ പിടിച്ച് വലിക്കാലോ. പക്ഷെ കമലഹാസൻ ഓടാനും പറ്റത്തില്ല. അപ്പൊ ഈ ഷൂ ഈ സ്മെല്ലുള്ള സാധനം എപ്പോഴും ഇത് പിടിക്കും, വാച്ച് ചെയ്യും. അപ്പോൾ കമലഹാസൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഷൂ എന്ത് ചെയ്തിട്ട് അത് മാറുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുലി അങ്ങ് നിൽക്കുക. അന്നേരം ഞാനുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞിട്ട് അതിൻ്റെ വയർ പിടിച്ച് വലിച്ചു പറഞ്ഞിട്ട്, കാരണം ഒരാളെ കൊണ്ട് വലിക്കാൻ പറ്റത്തില്ല, കാരണം വയർ എന്ന് പറഞ്ഞാൽ കയറ് പോലല്ലോ, കയ്യെ ചുറ്റിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം പിടിക്കും പുള്ളിയെ എന്ന് പറഞ്ഞു. പോയി പറഞ്ഞപ്പോഴത്തേക്കിന് വലിച്ചു മാറ്റി. ആ സിനിമയിൽ വേറെ ഓർമ്മകൾ എന്താ ഉള്ളത്? ലാസ്റ്റ് ഈ നാഗേഷാണ് വില്ലൻ. അപ്പോൾ നാഗേഷിനെ ടെന്റിന്റെ മേളിൽ ഓടിച്ച് കയറ്റുക. ലാസ്റ്റ് ആ ടെന്റ് കീറി താഴോട്ട് വീഴുന്ന. അപ്പോൾ ഷോ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഷോ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഷോ ഇല്ല, ഷോ നടക്കുന്നതായിട്ടാണ് ഫിലിമിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ പുലികളും സിംഹങ്ങളെല്ലാം ഇരിപ്പുണ്ട് വീഴുന്നത്. അപ്പോൾ കെട്ടിയിറക്കുക ചെയ്യുന്നത്. അപ്പോൾ കെട്ടിയിറക്കി പിന്നെ ഫുള്ള് ബ്ലഡിന്റെ ഇതാ മേക്കപ്പ് ചെയ്തിട്ട് അപ്പോൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ പടയ്ക്കണം. ഈ പടയ്ക്കുന്ന സമയത്ത്, ഈ പടച്ചോണ്ടിരിക്കുന്ന സമയത്ത് സിംഹവും പുലിയും പതിയും ഇങ്ങനെ. പതിയും എന്ന് പറഞ്ഞാൽ ഇര പിടിക്കാനായിട്ടാ ഈ പതിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും അങ്ങോട്ടൊക്കെ നടന്നാൽ ഇത് ശരിക്കും പതിങ്ങി ശരിക്കും പോയി. അന്നേരം ഞാനും വേറൊരു ചേട്ടനുണ്ട്, ഗംഗാട്ടൻ. അവിടെ അപ്പം ഈ പിള്ളേർ അതിനകത്തുണ്ട്, അവർ മാറി നിൽക്കുക, ഈ ആംഗിളിൽ വരാതിരിക്കാനായിട്ട് മാറി നിൽക്കുക. അപ്പം നാഗേഷ് അവിടെ കിടന്ന് പാവം സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ആക്ടിങ് ചെയ്യുക. ഇത് ശരിക്കും പോയി, കാലിൻ്റെ അടുത്ത് വരെ പോയി. അപ്പോഴത്തേക്കിന് ഞങ്ങൾ പറഞ്ഞാൽ മാറേ ഉസ്കോ ഭഗവരേ ഉസ്കോ എന്ന് പറഞ്ഞതിന് ശേഷം അവനെ ടേബിൾ എടുത്തിട്ട് അടിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ നാഗേഷിനെ പിടിച്ചിട്ടുണ്ടാവുമായിരുന്നു അന്നേരം. ഈ ക്രൗഡൊക്കെ ഉള്ള ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പം സാധാരണ ഈ നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വന്നവർ തന്നെയായിരുന്നു അതോ വേറെ ആളെ കൊണ്ടുവരായിരുന്നോ? നമ്മുടെ സ്റ്റാഫ് കുറേ ഇരിക്കും. അപ്പോൾ ഇത് താഴെ അപ്പോൾ കൈ കൊട്ടാൻ പറയുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇരുന്ന് കൊട്ടും. പക്ഷെ ഷോയുടെ സമയത്ത് ലൈറ്റ് വെച്ചിട്ട് ഷോട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ഈ ആദ്യകാലത്ത് പല നമുക്ക് തന്നെ അപകടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. മറ്റ് വേറെ വലിയ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാവും ഈ സർക്കസിൽ? ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വലിയ അപകടം ഉണ്ടാവുകയും ആള് മരിച്ചു പോവുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ട്. അതവിടെ എവിടെ വെച്ചായിരുന്നു? ഏത്? എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനെ പോലെയാണ്, ഹരിദാസ് എന്നാണ് പേര്. ട്രിപ്പീസ് കളിക്കുന്ന ആൾ തന്നെ. ട്രിപ്പീസും ഉണ്ട്, ബാലൻസിങ് ട്രിപ്പീസ് എന്നും പറഞ്ഞു. അതായത് കൈ വിട്ടിട്ട് തല കുത്തി ഹെഡ് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ആടുന്നത്, ആ ഒരു ഐറ്റം. അപ്പോൾ പുള്ളി ഒരു പ്രാവശ്യം ആക്സിഡന്റിൽ വീണ് കാലിൻ്റെ ഇവിടെ ഒടിഞ്ഞു. പിന്നെ സ്റ്റീൽ റോഡൊക്കെ ഇട്ട് പിന്നെ സർക്കസ് വിടേണ്ടി വന്നു. അപ്പോൾ പുള്ളി വിടേണ്ടി വന്നു. നാട്ടിൽ പിന്നെ എല്ലാം ശരിയായി. പിന്നെ ഒരു ചെറിയൊരു കച്ചവടം എന്തൊക്കെ തുടങ്ങി. പുള്ളി മലയാളിയാണ്. കല്യാണം കഴിച്ച് 2 കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്. പിന്നെ ഞാൻ രാജ്കമലിലുണ്ടെന്നറിഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, ഷാജി ഞാൻ അങ്ങോട്ട് വരട്ടെ, അങ്ങനെ. പിന്നെ മുതലാളിയുമായിട്ട് സംസാരിച്ച് പുള്ളിയെ ഞാനാ വിളിച്ചു വരുത്തി. അവിടെ നാട്ടിൽ നിന്നിട്ട് ശരിയാകുന്നില്ല, ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ചെറുപ്പമല്ലായിരുന്നു, ഇപ്പം 2 കുഞ്ഞുങ്ങളുണ്ട്. പുള്ളി സേഫ്റ്റി മെക്കാനിക് ഇടത്തില്ല. കൈ വിട്ട് കളിക്കുമ്പോൾ സേഫ്റ്റി വീണ് കഴിഞ്ഞാൽ നിലത്തോട്ടേ വീഴത്തു. അല്ലല്ല, അത് ഫ്ലൈങ് ട്രിപ്പീസിനാണ് നെറ്റ്. നെറ്റില്ല. ഇതൊരു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 25 അടി ഊഞ്ഞാല, ഇങ്ങനത്തെ ഊഞ്ഞാല ട്രിപ്പീസ്, അതെല്ലാം കൈ വിട്ടിട്ടാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ വല കെട്ടിയിട്ട് ഊഞ്ഞാല, അത് 45 അടി ഹൈറ്റ് അതിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സേഫ്റ്റി ഇതെല്ലാം ഇട്ടിട്ട് വേണം ചെയ്യാൻ, കാലെല്ലാം ഒടിഞ്ഞ് റോഡ് ഓൾറെഡി ഉള്ളിലുണ്ട്. അപ്പോൾ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ 1.5 വർഷം വിട്ടു നിന്നല്ലേ. പിന്നെ ഞാൻ അവിടെ നിന്ന് പുള്ളിയെ അത് മറ്റേ പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച ആയപ്പോഴത്തേന് ശരിയായി. പക്ഷെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സർക്കസ് മതിയാക്കേണ്ടി വരുന്നു. ഞാൻ നാട്ടിലേക്ക് വരികയാണ്. വന്നു പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ, അന്ന് മൊബൈലില്ല. അത് പറഞ്ഞു ഹരിയേട്ടൻ വീണു എന്ന് പറഞ്ഞു, ബാലൻസിങ് ട്രിപ്പീസ്. അപ്പോൾ വീണപ്പോൾ ഈ സേഫ്റ്റി ഉണ്ട്, പക്ഷെ ഇത് പൊട്ടിപ്പോയി വീണു. സ്പൈനൽ കോഡിനൊക്കെ തട്ടി. പക്ഷെങ്കിൽ പുള്ളി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചു. എനിക്കത് മനസ്സിന് ഭയങ്കര വിഷമം പിടിച്ചൊരു കാര്യം. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ 2 പേര്. നമ്മളുടെ സാന്നിധ്യത്തിലുണ്ടായ അപകടങ്ങൾ വേറെ ഉണ്ടോ?
സർക്കസിൽ ഉണ്ടായിരുന്ന സമയത്ത് നേരിട്ട് കണ്ട അപകടങ്ങളുണ്ടോന്ന്? നേരിട്ട് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഞങ്ങൾ. അത് പക്ഷേ ന്യൂ ഗ്രാൻഡ് സർക്കസ് ആദ്യത്തെ സർക്കസ്. അത് 2 പിള്ളേർ, ഒരാൾ കാർപ്പൻറ്ററും ഒരാൾ ഇലക്ട്രീഷ്യനും. നിങ്ങൾ ട്രെയിനിൽ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ചരക്ക് വണ്ടിയിൽ. അപ്പോൾ നമുക്ക് 4 ബോഗികളുണ്ട്. ഒന്ന് ഗേൾസിന്, ഒന്ന് ആർട്ടിസ്റ്റിന്, ഓഫീസ്, ലേബേഴ്സ്. ഈ ചരക്ക് വണ്ടിയിൽ ഇങ്ങനെ ബോഗിയും കൂടെ തരുമോ? സ്പെഷ്യൽ ബുക്ക് ചെയ്തെടുക്കുന്നതാണ്? സ്പെഷ്യൽ ബുക്ക് ചെയ്തെടുക്കും. നമ്മുടെ മിലിറ്ററിയുടെ ആൾക്കാർ പോകുന്നില്ല അതേപോലെ സ്പെഷ്യൽ ട്രെയിനാണ്. പക്ഷേ ഒരിടത്തുനിന്ന് ഒരിടം വരെ വരുമ്പോഴത്തേക്കിന് ഒരു 10 ദിവസം 12 ദിവസം ഒക്കെ ആവും. കാരണം മെയിൻ ട്രെയിനെ വിട്ടിട്ട് പോകും. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും നിർത്തും. അപ്പം നമ്മൾ കറങ്ങാനുള്ളത് കറങ്ങും, ഫുഡ് മേടിക്കാനുള്ള മേടിക്കും, അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുമായിരുന്നു? അങ്ങനെ സ്ഥിരം യാത്ര ചെയ്യും. ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് തിരിച്ചൊക്കെ വരുന്നത് അങ്ങനെയാണ്. നാഗ്പൂരിൽ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു. അതുപോലെ ഒത്തിരി പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. ട്രെയിനിലാണ് പ്രധാനമായിട്ട് ദീർഘദൂരം അല്ലേ? അപ്പൊ ഈ സർവ്വ സാധനങ്ങളും ചരക്ക് വണ്ടിയിൽ കയറ്റും. ബാക്കി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അതിൽ പാസഞ്ചർ ബോഗി ഉണ്ടാവും. അങ്ങനെയാണ്. അതൊരു രസകരമായ യാത്രയാണ്. രസകരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച്, പിന്നെ സ്റ്റേഷനിലൊക്കെ സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒത്തിരി സമയം കിട്ടും. പുറത്തേക്ക് ചിക്കൻ മേടിച്ചോണ്ട് വരിക, അത് മേടിച്ചോണ്ട് വരിക, എന്നിട്ട് ജോളിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രസകരമായ ദിവസങ്ങൾ അതൊക്കെ ആയിരിക്കും. അതൊക്കെയാ തീർച്ചയായിട്ടും. ഇങ്ങനെ എല്ലായിടത്തും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താ അപകടം ഉണ്ടായത്? പുതിയ വന്ന 2 പിള്ളേർക്ക് സർക്കസിനെ പറ്റി അത്ര നോളേജ് ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിനകത്ത് ഒരു ബോഗിക്കകത്തല്ല, ഗുഡ്സിനകത്ത്, തീ പിടിക്കാത്ത സ്ഥലത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചോറൊക്കെ മേടിച്ച് അതിനകത്തുനിന്ന് തന്നെ അച്ചാറും അതും ഇതും എല്ലാം ഉണ്ടാക്കും, ദാലും കീലും ഒക്കെ ഉണ്ടാക്കും. ഈ പിള്ളേർ വണ്ടി നിർത്തിയപ്പോൾ ഭക്ഷണം മേടിക്കാനായിട്ട് പോയി. ഭക്ഷണം കൊടുത്തു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മേടിച്ച് തിരിച്ച് കമ്പാർട്ട്മെന്റിലോട്ട് വരുന്നു. ഇവരെന്ത് ചെയ്തിട്ട് കാണുന്നില്ല. അപ്പോൾ സംഗതി എന്താണെന്ന് നോക്കിയപ്പോൾ ഇവർ മേടിച്ച് വരുന്ന സമയത്ത് വണ്ടി വിട്ടു. വണ്ടി വിട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇടയ്ക്ക് കാണുന്ന BFRM, അതായത് നമ്മുടെ ഈ വണ്ടി കയറ്റുമല്ലോ, വണ്ടി കയറ്റുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഗുഡ്സ് അല്ല, ഈ വണ്ടി കയറ്റാവുന്ന അതാണ് പ്ലാറ്റ്ഫോമാണ്, അതാ ഉള്ളത്. ഇവര് അതേ കയറാൻ നോക്കി. ഒരു പയ്യൻ ചാടി അതേ കയറി ഈ ചോറ് അതിലോട്ട് വെച്ചിട്ട് ഇവർ ചാടി. അപ്പത്തേനും വണ്ടിക്ക് സ്പീഡ് കൂടി. മറ്റവൻ ഇങ്ങനെ കയറാൻ നോക്കി. അതിന്റെ സൈഡിലൊരു കുറ്റിയുണ്ട്, അതേ പിടിച്ച് ഈ ലുങ്കി കാറ്റടിച്ച് വീലിന്റെ അവിടോട്ട് പോയി. വീലിന്റെ ഉള്ളിൽ കുടുങ്ങി ഇട്ട് കറക്കി. അപ്പോഴത്തേക്കിന് ഈ ചെറുക്കൻ തന്നെ ഈ BFRM ഇതിലെ കൂടെ നടന്ന് ഈ ഗുഡ്സിന്റെ കൂടെ മേളിൽ കൂടെ കയറി കമ്പാർട്ട്മെന്റ് അവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മൾ എത്രയോ കിലോമീറ്റർ മാറി ഇങ്ങ് വന്നു. അവിടെ വന്ന് പറഞ്ഞു, ഇങ്ങനെല്ലാം വന്ന് ചെയിൻ വലിച്ചു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഡ്രൈവർ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ സത്യമായിട്ട് കാണുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. റിവേഴ്സ് എടുത്തു കുറച്ച് ദൂരം വരെ. നമ്മുടെ ആൾക്കാരെല്ലാം ടോർച്ചോ എല്ലാം എടുത്തിട്ട് രാത്രിയില്ല സംഭവം. ഒന്നുമില്ല, ഇനി നിനക്ക് തെറ്റ് പറ്റിയതാണെന്നോ എന്നാൽ വരെ ചോദിച്ചു. ഇല്ല, ഇവൻ കിടന്ന് കരച്ചില്ല, ഞാൻ കണ്ടതാ അങ്ങനെ. കാരണം അവർ 2 പേരല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ലാസ്റ്റ് ഏതായാലും റിവേഴ്സ് വന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ താഴെ കിടപ്പുണ്ട്. ഇങ്ങനെ ചെറിയ സ്ലോപ്പിലാണ്, അവിടെ കിടപ്പുണ്ട്. ചെന്ന് ഒരാൾ പോയിട്ട് പെട്ടെന്ന് പൊക്കി എടുത്തപ്പോഴത്തേക്കിന് 2 കാലും തൊലിയുടെ മേളിൽ അറ്റുപോയി. പൊക്കി എടുത്തോണ്ട് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു. കുറെ തുണിയൊക്കെ വെച്ച് കണ്ട് കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചോര. അതോ അവന്റെ കഷ്ടകാലം. അവിടെ ചെന്നപ്പോഴത്തേന് പിന്നെ വണ്ടി പോയ പിന്നെ റെഡ് സിഗ്നൽ. അവിടെ 1 മണിക്കൂർ കിടന്നു. ശരീരത്ത് ഒരു തുള്ളി ചോരയില്ല, എല്ലാം പോയി. അടുത്ത പിന്നെ അന്ന് ഇതുപോലെ മൊബൈലോ കാര്യങ്ങളോ ഉള്ളതല്ലല്ലോ. പിന്നെ അടുത്ത ഒരു ചെറിയ സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അടുത്ത വലിയ സ്റ്റേഷനാണ്, അവിടെ ആംബുലൻസ് എല്ലാം വന്നു നിന്നു. പക്ഷെ കൊണ്ടുപോകുമ്പോൾ തന്നെ ആള് പോയി. അങ്ങനെ ഒരു അപകടം നടന്നു. ഈ സർക്കസിനകത്ത് പുതിയത് വരുമ്പോൾ അവരെപ്പോഴും കെയർഫുൾ ആയിരിക്കണം. കാരണം അതിനകത്ത് നടക്കാനും ഓടാനും ഒക്കെ സർക്കസുകാർക്കറിയാം. പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾക്ക് വരുമ്പോൾ, കാരണം ഇഷ്ടംപോലെ കയറാ, റൗട്ടിയുടെ കയറാ, കമ്പി. അത് മാത്രമല്ല, ഇങ്ങേപ്പുറത്ത് ഒന്നും അറിയാതെ ഒന്ന് പുറം തിരിഞ്ഞ് അങ്ങോട്ട് നിന്ന് വെച്ചാൽ ഇങ്ങേപ്പുറത്ത് സിംഹമായിരിക്കും, അങ്ങേപ്പുറത്ത് കരടിയായിരിക്കും. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം ഇതുങ്ങളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അവസാനം കെട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കളി. കാരണം ഒന്ന് ആ കൂടിനകത്ത് കിടന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. മുഷിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ പിടിച്ചു കളി. അങ്ങനെ ഒത്തിരി അവരെ തന്നെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടെ അങ്ങനെ മൃഗങ്ങളെ ആക്രമിച്ച ഒത്തിരി പേരുണ്ട് മൃഗങ്ങളെ പിടിച്ച്. ന്യൂഗ്രാന്തിൽ നിന്ന് ഒരു പയ്യന്റെ കൈ തന്നെ കംപ്ലീറ്റ് ഇവിടുന്ന് പക്ഷെ എല്ല് മാത്രമേ ഉള്ളൂ, മാന്തി എടുത്തു. പിന്നെ പാട്നയിലുണ്ട് ഇതിന്റെ എല്ലിന്റെ വലിയൊരു ആശുപത്രി. അവിടെ പോയിട്ട് ദേഹത്തെ ഈ നമ്മുടെ മാംസം എല്ലാം പിടിപ്പിച്ചിട്ട്
അങ്ങനെ ഈ എല്ലാം കാണാം, എന്നാലും കുറച്ചൊക്കെ വെച്ച് ശരിയാക്കി പൊതിഞ്ഞു വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഇത് വർക്കല്ല, ഇതൊന്നും വർക്കല്ല, ചുമ്മാ വൃത്തികേടില്ലാതെ ഒന്ന് എന്തോ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അപകടങ്ങൾ കൂടപ്പുറപ്പാണ് ഈ കൂടപ്പുറപ്പ്. ഈ ഫ്ലൈങ് ട്രിപ്പിസിന് അപകടം ഉണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നെറ്റുള്ളത്. പക്ഷേ ഈ അല്ലാതെ ഈ ആക്സിഡൻറ്റുകൾ പറ്റും ഇതുപോലെ. ഇവിടെ ഈ പല കലകൾക്ക് പല അഭ്യാസങ്ങൾക്കും പല ഫീസാണോ, ശമ്പളമാണോ? എങ്ങനെയാ, ഡേഞ്ചർ ആണെങ്കിൽ അതിനനുസരിച്ച് ശമ്പളം കൂടും. ഊഞ്ഞാലിനാണ് നല്ല ശമ്പളം. ഈ മൃഗങ്ങൾ ആക്രമിക്കുക എന്നുള്ളതൊരു സ്ഥിരം സംഭവമാണ് ഈ സർക്കസിൽ. വല്ലപ്പോഴും ഒക്കെ അത്, കാരണം ഇതിന്റെ മൂഡ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ ഈ മൂഡ് മാറുന്നത് എങ്ങനെ? ഇവനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്ന കാലാവസ്ഥ മാറുമ്പോഴൊക്കെ വരുമോ? കാരണം ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നൊരു ഐറ്റമാ സിംഹം. അവന് ഏത് സമയം ഉറക്കമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഉറക്കമാണ് ഏറ്റവും കൂടുതൽ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശല്യമൊന്നും. അപ്പൊ ഈ ഉറക്കത്തിൽ നിന്നല്ലേ 147 3 ഐറ്റത്തിന് വിളിച്ചോണ്ട് വരികയല്ലേ, ആരായാലും ദേഷ്യപ്പെടും. പിന്നെ അപ്പോൾ ഒരു റിംഗ് മാസ്റ്റർ ഇങ്ങനെ ഐറ്റം ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ സോണിപത്ത് കളിക്കുക, സോണിപത്ത് ഹരിയാന. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ബഹളം ഓഡിയൻസിന്റെ. അപ്പോൾ റിംഗ് മാസ്റ്ററിനെ പിടിച്ചു. അല്ല, ഈ ഷോ നടക്കുന്നോണ്ടിരിക്കുന്ന ബഹളം കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പണായി. ഇത് റെയിലിംഗ് എന്ന് പറഞ്ഞൊരു മൃഗങ്ങളെ കളിപ്പിക്കുമ്പോൾ ഒരു വേലി കെട്ടുമല്ലോ, വേലിയുണ്ട്. ആ വേലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലോക്കാ. അപ്പൊ ഇത് ഇയാളെ പിടിച്ചു. അപ്പോഴത്തേക്കിന് വേറൊരു സിംഹം ചാടി ഇതിന്റെ അങ്ങോട്ട് ചാടിയപ്പോഴത്തേക്കിന് ഇത് തുറന്നു പോയി. അത് ജനങ്ങളുടെ ഇടയ്ക്കേക്ക് പോയില്ല, അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷെങ്കിൽ അത് ഫുള്ള് തുറന്നില്ല, മേളത്തെ മാത്രം ലോക്ക് തുറന്നിട്ട്. അപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം പേടിച്ച് ബഹളം വെച്ചു. അപ്പം ഞാൻ എൻ്റെ ജഗ്ലിങ്ങിൻ്റെ ഐറ്റത്തിന് വേണ്ടി ഡ്രസ്സ് ചെയ്യുന്നോണ്ടിരിക്കുക. ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഇത് തുറന്നു കിടക്കുക. പിന്നെ എല്ലാവരും പിള്ളേരെല്ലാം വന്നിട്ടെല്ലാം ചെയ്തു. പക്ഷെ ഇതൊക്കെ ആയിട്ടും ഈ റിംഗ് മാഷ് അനങ്ങുന്നില്ല. അപ്പം ഞാൻ വെച്ചു ഇവൻ എന്നാ പിന്നെ വടിയെടുത്തുന്ന അതിനെ ഒന്ന്, അവൻ അവിടെ നിൽക്കുകയാണ്, ഈ വടി കുത്തി നിൽക്കുക. അപ്പൊ ഞാൻ കാണുന്നില്ലല്ലോ ഇതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഞാൻ വെച്ചു ഇവൻ എന്തൊരു മനുഷ്യനാണ് അവിടെ ഇത്രയും ഇത് അനങ്ങാതെ വടിയും കുത്തി ഇങ്ങനെ നിൽക്കുന്നത്. ലാസ്റ്റ് എല്ലാത്തിനും പിള്ളേർ അകത്ത് എപ്പോഴും സപ്പോർട്ടിന് 2 ആൺപിള്ളേരുണ്ട്. അവരെല്ലാം കൂടെ എല്ലാം ഇതിനകത്തെ എല്ലാം പിഞ്ചറയിലെല്ലാം കയറ്റി എല്ലാം കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ കറങ്ങി വീഴുന്നു. അപ്പോഴത്തേക്കിന് മുതലാളിയും വന്നു. അവൻ ആക്ടിങ് ചെയ്യുമായിരിക്കും, നോക്കാം അങ്ങനെ ഇങ്ങനെയാന്ന്. അപ്പം നല്ല തണുപ്പ് സമയമാണ്. ലാസ്റ്റ് ഇവനെ പൊക്കിയെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നു. ലാസ്റ്റ് സ്യൂട്ടർ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്, ഹാഫും ഫുള്ളും എല്ലാം ആയിട്ട്. ഇതെല്ലാം മാറ്റിയപ്പോഴാണ് സിംഹം നല്ല ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് വെച്ചിട്ട് കിഴിഞ്ഞിട്ടുണ്ട് പുറത്തും ഇവിടെ നെഞ്ചത്തും. ഇവിടുന്ന് ഇങ്ങനെ ഇതടിക്കുന്നുണ്ട്, ബ്ലഡും ഇതെല്ലാം ആയിട്ട്. ആ പുറത്തോട്ട് പക്ഷെ ബ്ലഡ് പോകുന്നില്ല, എല്ലാം അകത്തോട്ട് ഇട്ടുന്നുണ്ട് കംപ്ലീറ്റ്. ലാസ്റ്റ് പിന്നെ ഞാൻ ഷോയ്ക്ക് പോയില്ല. അപ്പം മലയാളി പറഞ്ഞു എന്നാൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ നേരെ മുമ്പിൽ മറ്റേ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഏതാ എന്താന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കിന് ലാസ്റ്റ് പിന്നെ ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന ഓപ്പറേഷൻ വേണമെന്ന്. അപ്പോഴത്തേക്കിന് ബ്ലഡ് വേണം. ഇവൻ്റെ ഒരു വല്ലാത്തൊരു ബ്ലഡ് പോയ എന്താ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഗവൺമെൻറ് ആശുപത്രി ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഇവിടുത്തെ മിനിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ബൻസിലാൽ മുഖ്യമന്ത്രി അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആരെങ്കിലും കൊണ്ടുവരാമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ഒരു 4-5 പേരെ അല്ല ഒരു 10 പേരെ കൊണ്ടുപോകാം, എന്നിട്ട് നോക്കാം നമുക്കൊന്ന്. എന്നിട്ട് ഒരു 7-8 പേരെ കൊണ്ടുപോയപ്പോൾ ഏകദേശം ഒത്തവരെ എടുത്തു. എന്നിട്ട് അവിടുന്ന് തന്നു. പിന്നെ നേരെ കൊണ്ടുപോയി. എന്നിട്ട് പുള്ളി ഓപ്പറേഷനെല്ലാം ചെയ്ത് അതോടുകൂടി പുള്ളി സർക്കസ് വിട്ടു. രക്ഷപ്പെട്ടു. പക്ഷെങ്കിൽ പിന്നെ പേടിച്ചു പോകും ആൾക്കാർ. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ അങ്ങ് ചെയ്യുക. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സിസ്റ്റമാറ്റിക്കാണ്. അവിടെ ഈ ടൈഗറും ഉണ്ട്, സിംഹവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം ഒരു വയസ്സാകുമ്പോൾ തന്നെ നല്ല സൈസാവും. അപ്പോഴത്തേക്കിന് ഇതിന്റെ നഖം കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്ത കളി, ഈ കംപ്ലീറ്റ് നഖം എടുത്ത കളി. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇവരുടെ കയ്യിലിരിക്കുന്നത് ഒരു 4 ബാറ്ററി ഉള്ള ഒരു ബോക്സ്, ഇതിലൊരു വടിയല്ല ഇരുമ്പിന്റെ അതിൽ ചുമന്ന ഇൻസുലേഷൻ ടേപ്പ്, മുമ്പിലൊരു ചെറിയ ഫ്ലഗ്. ഇതിനകത്തുനിന്ന് പ്രവഹിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 420 ഇതിന്റെ വോൾട്ടേജ്. ഇത് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. അപ്പൊ ഇതിനകത്തിരിക്കുന്ന എല്ലാ സിംഹത്തിനും എല്ലാ ടൈഗറിനും ഓരോ വെച്ച് എപ്പോഴും ഏതെങ്കിലും ഒരു അവസരത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഓർമ്മ മാത്രമല്ല, ഈ ചുമല ഇത് കാണുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അപ്പും ചെയ്യാൻ തുടങ്ങും, നമസ്തേയും ചെയ്യാൻ തുടങ്ങും, എല്ലാം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ
ഒരു സമർസാൽട്ട് അടിച്ച് വീഴും അത്. അത്രയ്ക്ക് പവർഫുള്ളാ, നമ്മളൊന്നും താങ്ങത്തില്ല. അപ്പം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ ഈ അവിടെ പോകുന്നതെല്ലാം പെൺപിള്ളേരാ, ചെറിയ ചെറിയ പെൺപിള്ളേർ. ഇന്ന് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് തമാശയ്ക്ക് പോകുന്നത് സിംഹത്തിന്റെ കൂടെയും പുലിയുടെ കൂടെ അവിടുത്തെ പെൺകുട്ടികളാണ്. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ പിന്നെ അവർ പോകുമ്പോൾ ഈ ബോക്സും കൊണ്ടല്ല പോകുന്നത്, ചൂരവടിയില് ഇൻസുലേഷൻ ചുമന്ന ടേപ്പും ചുറ്റിക്കൊണ്ട്. അതിന്റെ വിചാരം ഇത് സംഗതി അത് തന്നെയാണെന്നാ വിചാരിച്ചത്. അപ്പോൾ എല്ലാം മര്യാദ കേൾക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് സിംഹങ്ങൾ എപ്പോഴും അല്ലെ പുലിയൊക്കെ പഞ്ച അടിച്ചതിന് ശേഷമേ കടിക്കത്തുള്ളൂ. ആദ്യം നമ്മളെ അടിക്കുക, അടിച്ചിട്ട് നെഗത്തുകൊണ്ട് നല്ലോണം അമർത്തി കഴിഞ്ഞതിന് ശേഷമേ പിടിക്കത്തുള്ളൂ. അത് എവിടെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പെടലിക്കേ പിടിക്കും. ബാവൂട്ടി എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരനാണ്. ചെറിയൊരു ഐറ്റത്തിന് ക്യാച്ചർ പിടിച്ചിട്ട് വിട്ടു തലകുത്തി. പിടിച്ചിട്ട് എങ്ങനെയാ വിടുന്നത്? എങ്ങനെയാ? വിരലിന്റെ അറ്റത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. പോകാറുണ്ട്, രണ്ടുപേർക്കും അറിയാൻ മേലേ അത്. പോവും, വിത്തിൻ സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്നതല്ല. സ്പൈനൽ കോഡിന് ഫുൾ പാരലൈസ് ആയിപ്പോയി. ഇപ്പോഴും ഉണ്ട്. 25 വർഷമായി ഇതുവരെ ബെഡേന്ന് എണ്ണിച്ചിട്ടില്ല. ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ ചരിവുള്ള സ്ഥലത്തെല്ലാം പശുവും ഈ പോത്തും കാളയൊക്കെ ഇങ്ങനെ പുല്ല് തിന്നുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വരുമ്പോ തന്നെ ഈ പശുവിന്റെയും കാളയുടെ എല്ലാം വാൽ ആന്റിനെ പോലെ നിൽക്കും. ഈ സിംഹത്തിന്റെ സ്മെല്ല് കൊണ്ട് അത് എത്ര കറക്റ്റ് അത് മനസ്സിലാക്കി കെട്ടുപൊട്ടിച്ച് ഓടിയിരിക്കും. അത് ജീവിതത്തിൽ സിംഹത്തെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കണ്ടിട്ടില്ല. ഉത്തരേന്ത്യയില് ഈ പല സ്ഥലങ്ങളിലും കളിക്കുമ്പോൾ വേറെ ഈ നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല? തീർച്ചയായിട്ടും. അതെന്താ പ്രധാന പ്രശ്നങ്ങളൊക്കെ? പെൺകുട്ടികളെ ശല്യം ചെയ്യുക. അതിന് നമ്മൾ അവിടെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലെ കുണ്ടനെ. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഇയാൾ എപ്പോഴും മെയിൻ ഗേറ്റ് കാണും, മുതലാളിയോട് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കും. നോക്കുമ്പോൾ ഈ ദാദാ 9 പേരെ കൊന്നത്. ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്ത് ഏത് കമ്പനിയിലാണ്? ഞാൻ ഇന്തോനേഷ്യയിൽ 6 വർഷം ചെയ്തു. എങ്ങനെ ഇന്തോനേഷ്യയിലേക്ക് പോകാനാണ് വന്നത്? പെൺകുട്ടികൾ കണ്ട് സർക്കസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയോടും പറയും ഇതുപോലെ ദണ്ട സർക്കസിന്റെ ആൾക്കാരാ, സായമാവോ ജലാൻ എന്റെ കൂടെ നടക്കണമെന്ന്. അപ്പൊ അവിടെ കല്യാണം കഴിക്കാനുള്ള പ്രപ്പോസലൊക്കെ വരുമോ? എന്റെ ദൈവം, ഒരു രക്ഷയില്ല. ജീവനം കൊണ്ട് ഓടുമായിരുന്നു. റഷ്യയിൽ നിന്ന് ഒരു റഷ്യൻ കരടിയും ഒരു റഷ്യക്കാരനും അവിടെ വന്നു. ഇൻജുവാൻ എന്ന് പറഞ്ഞൊരു പയ്യന് അതിനെ നോക്കാനും പിടിക്കാനും. ഞാൻ ക്യാരവാനിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഗുസ്തി, ഈ കൂടിനകത്ത് ഗുസ്തി. ഞാൻ പെട്ടെന്ന് ക്യാരവാൻ തുടങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്കിന്നെ ഇവനെ എടുത്ത് മറിച്ച് കടിച്ച് പറിച്ച് ഇവൻ ബോധം പോയി, ചോരയെ കുളിച്ച് കിടക്കുക.